ഹലോ, ഇന്നത്തെ ഈ അടിപൊളി ക്ലൈമറ്റിൽ നമ്മൾ പോകുന്ന ഒരു അടിപൊളി ഡെസേർട്ട് കഴിക്കാനാണ് കേട്ടോ. അതായത് ദുബായിൽ കുറച്ച് കാലം മുമ്പ് വൈറലായിക്കൊണ്ടിരുന്ന ബനാന പുഡിങ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആക്ച്വലി നമ്മൾ വിചാരിച്ചത് ട്രെൻഡ് പോയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാ, പക്ഷേ നമുക്ക് തെറ്റി. ഒരു വലിയ ക്യൂ ആയിരുന്നു അവിടെ. പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ഒരു 35 കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ദൂരേന്ന് ഒരാളെ കാണാമായിരുന്നു. നമ്മൾ വിചാരിച്ചത് ഓർഡേഴ്സ് എടുക്കാനാണ്, പക്ഷേ അതും തെറ്റി. പുള്ളി പറഞ്ഞു സ്റ്റോക്കെല്ലാം കഴിഞ്ഞു, ഇനി വെയിറ്റ് ചെയ്യണമെന്നില്ല, ഓൺലി കോഫി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചോദിച്ചു, ചേട്ടാ ഒരു ഉമ്മലിയെങ്കിലും കിട്ടൂ? അപ്പോൾ പുള്ളി പറഞ്ഞു, ഉമ്മലിയുണ്ട്, എങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തോ. പക്ഷേ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വീണ്ടും അവിടെ അടുത്തെത്തിയപ്പോൾ രണ്ടാമത് ഓർഡർ എടുക്കാൻ വന്നപ്പോൾ പുള്ളി പറഞ്ഞു, ബനാന പുഡിങ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മളൊരു ബനാന പുഡിങ്ങും ഉമ്മലിയാണ് എടുത്തത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഓർഡേഴ്സൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഉമ്മലി കഴിക്കാൻ പോകുന്നത്. പക്ഷേ ഈ ചേട്ടൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ റിവ്യൂവിനാണ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് സാഫ്രൻ്റെ പഞ്ച് കൂടുതലാണ്. അപ്പോൾ എനിക്കിഷ്ടമാണ് സാഫ്രൻ്റെ ഫ്ലേവർ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ ഇത് ഉമ്മലി കഴിക്കാനായിട്ട്. ആൻഡ് ദെൻ ഇതാണ് ഇവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഐറ്റം, ദാറ്റ് ഈസ് ബനാന പുഡിങ്. അത് ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. ലൈക്ക് ഭയങ്കര സോഫ്റ്റാണ്. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവസാനം എൻ്റെ കൺട്രോൾ പോയി, പറഞ്ഞു ഇനി താൻ ക്യാമറ പിടിച്ചോ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ഞാൻ ക്യാമറ പകത്തെടുത്ത് എനിക്ക് വേഗം ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത് ഉമ്മലിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള, നിങ്ങൾ ഇത് രണ്ടും മേടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഉമ്മലി തന്നെ ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് മനസ്സിലാവില്ല. ഉമ്മലി അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നുമില്ല, ബ്രെഡും പാലുമാണ് എനിക്ക് തോന്നിയത്. അത് ഫ്ലേവേഡ് മിൽക്ക് ആയതുകൊണ്ടുള്ള ഒരു ടേസ്റ്റ് അതാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ട്രൈ ചെയ്ത് ബനാന പുഡിങ് ആയിരുന്നു കേട്ടോ. അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റിയ, നമുക്കൊരു ബനാന മിൽക്ക് ഷേക്ക് കിട്ടും അവിടെ, അതുപോലെ ഉണ്ടായിരുന്നു ടേസ്റ്റ്. പിന്നെ അടിയിൽ നമുക്ക് ചെറുതായിട്ടൊരു ഹാർഡായിട്ടുള്ളൊരു ബിസ്ക്കറ്റും അല്ല ബ്രെഡും അല്ല, ഒരു ക്രംസ് പോലെ സംഭവം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ടേസ്റ്റ്. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റീനെ കുറിച്ചിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ സ്പെൻഡ് ചെയ്ത് 30 ദിറംസാണ് ഈ ബനാന പുഡിങ്ങിന് മാത്രം. അതിന് വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബീലബാനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഇല്ലയെന്ന് എനിക്ക് തോന്നി. പക്ഷേ അപ്പോൾ ചേട്ടൻ ബാക്കിൽ നിന്ന് കമൻറ്റ് അടിക്കുന്നത്, നല്ല ഗമാന്ന് അടിക്കുന്നുണ്ടല്ലോ ടേസ്റ്റ് ഇല്ലെങ്കിൽ. ഞാൻ പറയുന്നു ടേസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ബട്ട് ഇതാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കറക്റ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേരൊക്കെ നീറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇപ്പോൾ നമ്മൾ പാർക്കിൽ പോവാണ്, കാരണം ഇത് ഓൾറെഡി പ്രോമിസ് ചെയ്താണ് ഇന്ന് പാർക്കിൽ കൊണ്ടുപോകാം. സോ അത്രയൊക്കെ ഉള്ളൂ, ബൈ.